543 നിന്ന് എം പിമാരുടെ എണ്ണം 816 ആകുമ്പോഴേക്കും എന്താണ് സംഭവിക്കുന്നത്? 273 എം പിമാരാണ് ഇപ്പോൾ കൂട്ടിച്ചേർക്കാൻ പോകുന്നത്. 543 കൂടെ 273 എം പിമാരാണ് പുതുതായിട്ട് സൃഷ്ടിക്കപ്പെടാൻ പോകുന്നത്. അതുപോലെ തന്നെ രാജ്യസഭയിലും മാറ്റം ഉണ്ടാകും. അപ്പോൾ രാജ്യസഭയുടെ ആ വർധനവ് ഓർക്കണം. ആ രാജ്യസഭയുടെ വർധനവ് എത്രയാണെന്ന് മെൻഷൻ ചെയ്തിട്ടില്ല ഇതുവരെയും. ഇനി അതുപോലെ ഈ ഓരോ എം പി, ഒരു പുതിയ എം പി ഉണ്ടാകുമ്പോൾ ആ പുതിയ എം പിക്ക് വേണ്ടി പുതിയ സ്റ്റാഫിനെ അപ്പോയിൻറ്റ് ചെയ്യണം, പുതിയ ഓഫീസസ് ഉണ്ടാകണം, പുതിയ സെക്യൂരിറ്റി സംവിധാനം ഉണ്ടാകണം, പുതിയ ബംഗ്ലാവ് ഉണ്ടാകണം, അതുപോലെ പുതിയ പെൻഷൻ സിസ്റ്റം. ഒരു ടേമിൽ എം പി ആയി കഴിഞ്ഞാൽ ആയുഷ്കാലം മുഴുവനും പിന്നെ പെൻഷനുണ്ട് ആ ഒരു ടേം കഴിഞ്ഞ് കഴിഞ്ഞാൽ. അപ്പോൾ ഒരു എത്ര പ്രായം എന്ന് വിചാരിച്ചൊരു 30-40 വർഷത്തേക്ക് അവർക്ക് പെൻഷൻ പിന്നെ കൊടുക്കേണ്ടി വരും മിനിമം. അങ്ങനെ നമുക്ക് കണക്ക് കൂട്ടാവുന്നതാണ്. അപ്പോൾ ഇതുപോലെയുള്ള എന്തൊക്കെ ചെലവുകളാണ് ഞാനിപ്പോൾ പറഞ്ഞത്? അവർക്ക് വേണ്ടി തന്നെയുള്ള എക്സ്പാൻഡഡ് സ്പേസ് ഇൻ ദി രാജ്യസഭ, അതായത് രാജ്യസഭയിൽ നമ്പർ കൂടും. അപ്പോൾ രാജ്യസഭയിലും അതുപോലെ അവരുടെ എം പിയുടെ ശമ്പളം, എം പിയുടെ പുതിയ സ്റ്റാഫ്, പുതിയ ഓഫീസ്, പുതിയ സെക്യൂരിറ്റി സ്റ്റാഫ്, പുതിയ ബംഗ്ലാവ്, പുതിയ അവരുടെ പെൻഷൻ സിസ്റ്റം, അതായത് ഒരു ടേം കഴിഞ്ഞാൽ പെൻഷനാകും, അങ്ങനെയുള്ളത്. അപ്പം എം പിയുടെ ഒരു വർഷത്തെ കോസ്റ്റ് എത്രയാണ്? 4,29,00,000 രൂപയാണ് ഒരു എം പിയുടെ ഒരു വർഷത്തെ ചെലവ്. അപ്പോൾ അത് മാത്രവുമല്ല, എന്തൊക്കെയാണ് ഇതിനകത്ത് വരുന്നത്? ഈ 4,29,00,000 എന്തൊക്കെയാണ് വരുന്നത്? ശമ്പളം വരുന്നു, അലവൻസസ് വരുന്നു, മറ്റു പെർക്സ് വരുന്നു, പ്രീമിയം ട്രാവൽ അലവൻസസ് അതിനകത്ത് വരുന്നു. അത് എം പിക്ക് മാത്രമല്ല, എം പിയുടെ മുഴുവൻ ഫാമിലിക്കും ഉണ്ട്, ഭാര്യയ്ക്കും മക്കൾക്കും ഉണ്ട് എന്നുള്ളത് കൊണ്ട്. അപ്പോൾ ഇതൊക്കെ ചേർന്നതാണ് 4,29,00,000 എന്ന് പറയുന്നത്. ഇനി അത് കഴിഞ്ഞാൽ അപ്പോൾ 273 എം പിമാർക്കും ഈ 4,29,00,000 രൂപ വെച്ച് ഒന്ന് കണക്ക് കൂട്ടുക. കണക്ക് കൂട്ടുമ്പോൾ നമുക്ക് എത്രയാ? 1,0171 കോടിയാണ് ഒരു വർഷത്തെ ഈ പുതിയ മണ്ഡല നിർണയം കാരണം ഒരു വർഷം നമുക്കുണ്ടാകാൻ പോകുന്ന ചെലവ്. മിനിമം 1,173 കോടിയാണ്. ഇനി 5 വർഷം കൊണ്ടോ? അപ്പോൾ 5,855 കോടിയാണ് 5 വർഷം കൊണ്ട് ഉണ്ടാകും. ഇനി അവിടെയും തീരുന്നില്ല. എം പി ലാഡ് എന്നൊരു ലാഡുണ്ട്. എന്താണ് എം പി ലാഡ്? ഓരോ എം പിക്കും അവനവൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസിയുടെ വളർച്ചയ്ക്ക് വേണ്ടി ചെലവഴിക്കാൻ 5 കോടി വീതം കൊടുക്കുന്നതാണ് എം പി ലാഡ് എന്ന ഫണ്ട്. അപ്പോൾ ഈ എം പി ലാഡ് എത്ര വരും? 816 × 5 816 × 5 എന്നുള്ളതാണ് എം പി ലാഡ്. 816 പാർലമെൻറ്റേറിയൻസിന് 5 കോടി വീതം എം പി ഫണ്ട് കിട്ടുന്നു. ആ എം പി ഫണ്ട് 4,080 കോടിയാണ് എം പി ലാഡായിട്ട് ഈ എം പിമാർക്ക് കിട്ടുന്നത്. 4,080 കോടി. തീർന്നില്ല അവിടെയും ചെലവുകൾ. അവർക്ക് എന്തൊക്കെ വേണം? അതായത് വാടകയില്ലാതെ ബംഗ്ലാവ്. ഡൽഹിയിലാണല്ലോ നമ്മുടെ ക്യാപിറ്റൽ സിറ്റി ഇരിക്കുന്നത്. അവിടെ ലക്ഷങ്ങളാണ് ഒരു ബംഗ്ലാവിൻ്റെ വാടക ഒരു മാസം. അപ്പോൾ അങ്ങനെ ലക്ഷങ്ങൾ വാടകയുള്ള ബംഗ്ലാവ്, ഫ്രീ ട്രെയിൻ ഓർ എയർ ട്രാവൽ, ലൈഫ് ലോങ് ആണ് കേട്ടോ. എം പി ആകുന്ന കാലത്ത് മാത്രമല്ല. എൻ്റെ സാധാരണ പൊതുജനങ്ങൾ വിചാരിക്കേണ്ട, ഒരു എം പി ആകാൻ ഓരോരുത്തർ കിടന്ന് കരഞ്ഞ് ബഹളം കൂട്ടി പാർട്ടിക്കകത്ത് ഒക്കെ സൃഷ്ടിച്ച് എം പി ആകുന്നതിൻ്റെ പുറകിലുള്ള രഹസ്യങ്ങൾ ഇതൊക്കെയാണ്. അതായത് ഫ്രീ ട്രെയിൻ ഓർ എയർ ട്രാവൽ ഫോർ ലൈഫ് ലോങ് ആയിട്ട് കിട്ടേണ്ട സൗകര്യങ്ങളാണ് ഫ്രീ ട്രെയിൻ ചാർജ്, എയർ ചാർജ് എന്നൊക്കെ പറയുന്നത്. അത് സ്വയം മാത്രമല്ല, എം പിക്ക് മാത്രമല്ല, എം പിയുടെ കുടുംബത്തിനുമുണ്ട് എന്നത് ഓർക്കണം. പിന്നെ ഫ്രീ മെഡിക്കൽ സൗകര്യം ലൈഫ് ലോങ് ആയിട്ടുണ്ട്. അതും സ്വയം എം പി ആകുന്നയാൾക്ക് മാത്രമല്ല, എം പിയുടെ കുടുംബത്തിനും ലൈഫ് ലോങ് ഉണ്ട്. ഇത് ഒരു ടേം കഴിഞ്ഞ്, അതായത് 5 വർഷം കംപ്ലീറ്റ് ചെയ്ത് എം പി പിരിയുകയാണെങ്കിൽ 31,000 രൂപയാണ് ഒരു മാസത്തെ പെൻഷൻ. അതാണ് 35-40 വർഷം. അതല്ല, ഇനി
MP 50 വർഷം വരെ ജീവിക്കുന്നെങ്കിൽ 50 വർഷം, 60 വർഷം വരെ ജീവിക്കുന്നെങ്കിൽ 60 വർഷവും ഈ 31,000 രൂപയല്ല, അതിന് കാലാകാലങ്ങളിൽ ഉണ്ടാകുന്ന വർധനവിനനുസരിച്ചുള്ള ഒരു പെൻഷനായിരിക്കും. അതായത് വിലക്കയറ്റത്തിൻ്റെ തോതനുസരിച്ച്, റൈസിൻ്റെ തോതനുസരിച്ച് ഇതിനകത്ത് ഡിയർനെസ് അലവൻസ് വരാം. അങ്ങനെ വന്നാൽ ഈ 31,000 എന്ന് പറയുന്നത് കൂടുതൽ എമൗണ്ടായിട്ട് മാറാം. അപ്പോൾ അങ്ങനെ ഇനി അതുപോലെ സ്റ്റേറ്റ് അസംബ്ലി ആണെങ്കിലോ 4,000 MLAs ആണ്. നിലവിലിരിക്കുന്ന MLAമാരുടെ കൂടെ 4,000 പേര് കൂടിയാണ് വരുന്നത്. അപ്പോൾ ഈ 4,000 പേരും കൂടി വരുമ്പോഴും ഇതുപോലെയുള്ള ചെലവുകളെല്ലാം വരുന്നുണ്ട്. ഞാനത് ഒന്നേന്ന് ഇനിയും പറയാൻ പോകുന്നില്ല. അതായത് നിങ്ങളെ ബോറടിപ്പിക്കേണ്ട ഈ കണക്കുകളൊക്കെ പറഞ്ഞ് ഈ MLAമാർക്കും ഇതുപോലെയുള്ള സൗകര്യങ്ങൾ, പക്ഷേ അവരവരുടെ സ്വന്തം നാട്ടിലായത് കാരണം കൊണ്ട് സ്വന്തം നാട്ടിൽ നിന്ന് ഡൽഹി വരെ എല്ലായ്പ്പോഴും യാത്ര ചെയ്യേണ്ടി വരില്ല. പക്ഷേ ഡൽഹി പോകുന്നെങ്കിൽ അതിൻ്റെ ചാർജും ഒക്കെ അവർക്ക് ഫ്രീ ആണ് എന്നത് നമ്മൾ മറക്കരുത്. അപ്പോൾ ഈ പറയപ്പെട്ട MPമാരും MLAമാരും ഒക്കെ ഈ തരത്തിൽ വളരെ സൗകര്യമായിട്ട് ജീവിക്കുന്നു. അതിനനുസരിച്ചുള്ള അതായത് കോൺട്രിബ്യൂഷൻ, സംഭാവന അവരുടെ ഭാഗത്തു നിന്ന് വരുന്നുണ്ടോ? ചില MPമാരും ചില MLAമാരും ഒക്കെ വെറുതെ നോക്കുകുത്തികളായിട്ടാണ് സഭകളിൽ പോയിരിക്കുന്നത്. ഒരു പ്രയോജനം ചെയ്യാതെ, സത്യം പറഞ്ഞാൽ മറ്റുള്ളവർ പറഞ്ഞ് അത് അവരുടെ നേതാവെന്ന് അവർ വിചാരിക്കുന്നവർ, അത് പ്രധാനമന്ത്രിയാകാം, മുഖ്യമന്ത്രിയാകാം, അതല്ലെങ്കിൽ മറ്റൊരു നേതാവാകാം, അവർ പറയുന്നതിനനുസരിച്ച് അച്ചടക്കത്തോടെ ഇരുന്ന് വരയ്ക്കടാ ഷൂ എന്ന് പറയുന്നിടത്ത് ഷൂ വരച്ച് കടന്നു പോകുന്ന MPമാരും MLAമാരും ധാരാളമുള്ള ഒരു സമൂഹത്തിലാണ് നമ്മൾ ഇരിക്കുന്നത്. അപ്പോൾ എന്താണ് വേണ്ടത്? ഈ ഡീലിമിറ്റേഷൻ പ്രക്രിയ ഒട്ടും ആവശ്യമുള്ളതല്ല. പോപ്പുലേഷൻ പറഞ്ഞല്ലോ, നമ്മുടെ പോപ്പുലേഷൻ ഗ്രോത്ത് 2.4 ഒക്കെ ആയിരുന്നു. അതാണ് 2.1-നേക്കാൾ താഴെ ശരാശരി പോപ്പുലേഷൻ ഗ്രോത്ത് കുറഞ്ഞിരിക്കുന്നു. നോർത്ത് ഇന്ത്യയിൽ ഇപ്പോൾ ഇത്തിരി കൂടിയിരിക്കുകയാണ്. പക്ഷേ അതും ക്രമേണ കുറഞ്ഞു വരും. അവരുടെ വിദ്യാഭ്യാസവും ഒക്കെ വർദ്ധിക്കുന്നതിനനുസരിച്ച് അവിടെയും റീപ്ലേസ്മെൻറ്റ് റേറ്റ് ഓഫ് ഗ്രോത്ത് ഓഫ് പോപ്പുലേഷനിലേക്ക് അത് താഴ്ന്നു വരും. അങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിൽ എന്തുകൊണ്ടാണ് കൂടുതൽ MPമാർ വേണം, കൂടുതൽ MLAമാർ വേണമെന്ന് ആരെങ്കിലും വാദിക്കുന്നത് യുക്തിരഹിതമാണ്. കാരണം ഈ പറയപ്പെട്ട പണം മുഴുവനും MPക്ക് വേണ്ടിയോ MLAക്ക് വേണ്ടിയോ ചെലവഴിക്കുന്നത് ഇവരുടെ ആരുടെയും വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന പണമല്ല. പ്രധാനമന്ത്രിയുടെയോ അല്ലെങ്കിൽ മറ്റ് ലോകസഭാ സ്പീക്കറുടെയോ ആരുടെയും വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന, അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവിൻ്റെയോ ഒന്നും വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന തുകയല്ല. ഇതൊക്കെ നികുതി പണമാണ്. സർവ്വസാധാരണക്കാരായ മനുഷ്യർ കൊടുക്കുന്ന നികുതിയേതര വരുമാനം. അതൊക്കെ എന്ന് വെച്ചാൽ ഓർമ്മിക്കണം, വലിയ ഒരു ബിസിനസ്സുകാരൻ, പിന്നെ അത് നമുക്ക് ടാറ്റയാണെന്ന് വെച്ചോളൂ. എപ്പോഴും അംബാനിയും അദാനിയും പറയുന്നു വേണ്ട. ടാറ്റ, കോടിക്കണക്കിന് വരുമാനമുള്ള ടാറ്റ, അയാളുടെ വരുമാനത്തിൻ്റെ 0.01% പോലും ഉപഭോഗത്തിന് വേണ്ടി ചെലവഴിക്കുന്നുണ്ടാകില്ല. 0.01% പോലും ഉപഭോഗത്തിന് ചെലവഴിക്കുന്നുണ്ടാകില്ല. അപ്പോൾ അയാളുടെ ആ ബഹുകോടിയിൽ നിന്ന് ആ ചെലവഴിക്കുന്ന ചെറിയ തുകയ്ക്ക് മാത്രമേ ഉപഭോക്തൃ നികുതികൾ അയാൾ കൊടുക്കേണ്ടി വരൂ. മറിച്ച് എന്നെയും നിങ്ങളെയും പോലുള്ളവർ, അല്ലെങ്കിൽ സാധാരണക്കാർ, അവർക്ക് കയ്യിൽ കിട്ടുന്ന ഓരോ പൈസയും അവരുടെ ഉപഭോഗത്തിന് വേണ്ടി വിനിയോഗിക്കുകയാണ്. അപ്പോഴൊക്കെ അവർ GSTയിൽ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള നികുതികളിൽ കെട്ടപ്പെടുകയാണ്, കൊടുക്കുകയാണ്. അപ്പോൾ അവരുടെയൊക്കെ കയ്യിൽ കിട്ടുന്ന പണത്തിന് മുഴുവൻ നികുതി അടയ്ക്കുന്നു. അങ്ങനെയുള്ള നികുതി സമാഹരിക്കപ്പെടുന്നതാണ് ഈ പറയപ്പെട്ട സംസ്ഥാന ഖജനാവിലാണെങ്കിലും കേന്ദ്ര ഖജനാവിലാണെങ്കിലും എത്തിച്ചേരുന്ന പണം. അതുമല്ലെങ്കിൽ നമ്മുടെ റിസോഴ്സസ് വഴി, അപ്പോൾ ഫോറസ്റ്റ് റിസോഴ്സ് വഴിയാകാം, മൈനിങ് റിസോഴ്സ് വഴിയാകാം, അങ്ങനെയൊക്കെ കിട്ടുന്ന റോയൽറ്റി പോലെയുള്ള ഫണ്ട്, ഇതൊക്കെയാണ്. അത് ഇവിടുത്തെ ജനങ്ങൾക്ക് എല്ലാവർക്കും അവകാശപ്പെട്ടതാണ്. ആരുടെയും കുത്തക സംഭരണമൊന്നുമല്ല. അപ്പോൾ ഇങ്ങനെ സമാഹരിക്കുന്ന ഫണ്ടാണ് ഒരു ഖജനാവിലുള്ളത്. കേന്ദ്ര ഖജനാവാകട്ടെ സംസ്ഥാന ഖജനാവാകട്ടെ, അതെടുത്ത്
കൂടുതൽ ആവശ്യത്തിന് MLA-മാർ വേണം, എങ്കിലേ ഡെമോക്രസി നന്നായി മുന്നോട്ട് പോവുകയുള്ളൂ. അപ്പോൾ ആവശ്യത്തിലധികം MLA-മാരെ സൃഷ്ടിച്ച് MP-മാരെ സൃഷ്ടിച്ച് അവർക്ക് കൊടുത്ത് ദൂർത്തടിക്കാനുള്ളതല്ല ഇങ്ങനെയുള്ള പണം. എന്താണ് അമർത്യ സെൻ, നൊബേൽ പ്രൈസ് കിട്ടിയ ഇന്ത്യൻ എക്കണോമിസ്റ്റ് ആണല്ലോ, ബംഗാളിൽ നിന്നുള്ള അമർത്യ സെൻ. അദ്ദേഹത്തിന് ഏത് ഗ്രന്ഥത്തിനാണ് നൊബേൽ പ്രൈസ് കിട്ടിയത് എന്നറിയാമോ? ഡെവലപ്മെൻറ്റ് ആസ് ഫ്രീഡം. എന്താണ് പറഞ്ഞത്? വികസനമാണ് സ്വാതന്ത്ര്യം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇപ്പോഴും ഈ ഇന്ത്യയിൽ 28 കോടി ജനങ്ങൾ പോവർട്ടി ലൈനിന് താഴെയാണ് എന്ന് വേൾഡ് ഇനീക്വാളിറ്റി സർവേ പറയുന്നു. അങ്ങനെ പറയുന്ന രാജ്യത്തെ ഈ 28 കോടി ജനങ്ങളെ അതിദാരിദ്ര്യത്തിൽ നിന്ന് പൊക്കാനാണോ പണം ഉപയോഗിക്കേണ്ടത്? ആവശ്യത്തിലധികം MP-മാരെയും MLA-മാരെയും സൃഷ്ടിച്ച് അവരെ കൊഴുപ്പിക്കാനാണോ ഈ ഫണ്ട് നികുതി പണം ഉപയോഗിക്കേണ്ടത്? അതുകൊണ്ട് തന്നെ തെക്കേ ഇന്ത്യക്കാരുടെ താല്പര്യം സംരക്ഷിക്കപ്പെടണം. ഒരു കാരണവശാലും ഡീലിമിറ്റേഷൻ ഇന്ത്യയിൽ വന്നുകൂടാ. അത് വരുന്നുവെങ്കിൽ സ്ഥാപിത താല്പര്യങ്ങൾ, അതായത് BJP-യുടെ സ്ഥാപിത താല്പര്യങ്ങൾ, BJP-ക്ക് എന്നും ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കണം എന്ന ആഗ്രഹം നടപ്പിലാക്കാൻ വേണ്ടി നടത്തുന്ന ഒരു കുൽസിത കർമ്മമാണ്. അതായത് ഇന്ത്യൻ ഡെമോക്രസിയെ, ഇന്ത്യയുടെ സെക്യുലറിസത്തെ ഒക്കെ വേരറുക്കുന്ന കർമ്മമാണ് ഡീലിമിറ്റേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാക്കി ഇന്ത്യയിലെ ജനങ്ങൾ മുഴുവൻ ഒറ്റക്കെട്ടായി നിന്ന് അതിനെ എതിർത്ത് തോൽപ്പിക്കണം. പാർലമെൻറ്റിൽ തോൽപ്പിച്ചതുപോലെ തന്നെ ഒരിക്കലും ഉയർന്നു വരാത്ത രീതിയിൽ അതിൻ്റെ പത്തി വെട്ടിക്കളയണം എന്ന് തന്നെയാണ് എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോടും അഭ്യർത്ഥിക്കുവാനുള്ളത്.